ഇവിടെ ആമുഖമായി സംസാരിച്ച നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷ, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തുടർച്ചയായി ചോർച്ചയുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടാകും. 2021-ലും 2022-ലും 2024-ലും 25-ലും 26-ലുമായി ഈ പരീക്ഷാ പേപ്പറുകൾ നിരന്തരമായി ചോരുന്നു. ഈ പരീക്ഷാ പേപ്പറിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങുപോലും എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർച്ചയായി ഇത്രയേറെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടും 90-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിനകത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടും എൻഡിഎയുടെ ഘടകകക്ഷിയായ ഒരു എംഎൽഎയുടെ നേതൃത്വത്തിൽ ബേബിറാം എന്ന് പറയുന്ന യുപിയിലെ ഒരു എംഎൽഎയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷാ പേപ്പറിന്റെ ചോർച്ചകൾ മുഴുവനായും നടന്നിട്ടുള്ളത് എന്ന് രാജ്യത്ത് ഇതിനോടകം വെളിപ്പെടുത്തപ്പെട്ട സാഹചര്യമുണ്ടായിട്ടും ഒരു തവണ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനോ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനോ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുപോയ ഒരു സാഹചര്യത്തിലാണ് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉദയഭാനു ചിക്കിന്റെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്താകമാനം നടത്തപ്പെടുന്ന ദേശീയ പ്രക്ഷോഭത്തിന് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി കോട്ടയിൽ പങ്കെടുത്ത സമരപ്രഖ്യാപനം ജൻസി തലമുറയുടെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ രാജ്യത്താകമാനം ശ്രദ്ധേയമായ ഒരു സമരമായിരുന്നു. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസിന്റെയും കെഎസ്യുവിന്റെയും എൻഎസ്യുവിന്റെയും സമര പരിപാടികളിലേക്ക് രാജ്യത്താകമാനം ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശ്രീമാൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന സമരങ്ങളിൽ, രാഹുൽ ഗാന്ധിയുടെ വിക്ഷോഭങ്ങളിൽ ഈ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കൂട്ടത്തോടെ കടന്നുവന്ന് അവരുടെ നഷ്ടസ്വപ്നങ്ങളെ പറ്റി ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് പങ്കുവച്ചുകൊണ്ട് കടന്നുപോവുകയാണ്. എത്രയോ ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് നീറ്റ് പരീക്ഷയുടെ പരീക്ഷാ ഹാളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത്. ആ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെ ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിക്ക് പരീക്ഷാ ഹാളിലേക്ക് കടന്നുപോകുന്ന ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് പരീക്ഷാ ഹാളിലേക്ക് കടന്നുപോകുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ നീക്കൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ, മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഓരോ തെരഞ്ഞെടുപ്പിലും തന്റെ വിദ്യാഭ്യാസ യോഗ്യത കാലങ്ങൾക്കനുസരിച്ച് തരമനുസരിച്ച് ഓരോ തവണയും ഓരോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും തരാതരത്തിനനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യത മാറ്റിയെഴുപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ രാജ്യത്തെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്ന കാഴ്ച നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എത്രയോ പരീക്ഷകൾ ചേർന്നു. ആ പരീക്ഷകളുടെ പേരിൽ എത്രയോ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 2021 മുതൽ 2026 വരെ കടന്നു നിൽക്കുമ്പോൾ 90-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടാകുമ്പോൾ ആ പരീക്ഷകൾ ഉന്നതമായി ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ മനോവേദന കൊണ്ട് ഈ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയാണ്. പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും വാട്സാപ്പിലും ടെലിഗ്രാമിലും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെട്ടുവിട്ട് അതിന് ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉത്തരങ്ങൾ നേരത്തെ കണ്ണൻകോടനാഥൻ പറഞ്ഞതുപോലെ ചോദ്യപേപ്പർ ലീക്ക് ചെയ്ത് കിട്ടുമ്പോൾ പോലും ആ ചോദ്യങ്ങൾ പഠിച്ച് പാസ്സാകാൻ സാധിക്കാതെ വീണ്ടും അതൊരു കോപ്പിയായി എഴുതിക്കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഴിമതി, അത്തരത്തിലൊരു തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ നീറ്റ് പോലെയുള്ള ഉന്നതമായ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് കടന്നുപോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 3 തവണയായി ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്ന 3 തവണയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പാവപ്പെട്ട ജനങ്ങളും പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ സാധാരണക്കാരായ പട്ടിണിക്കാരായ പാവങ്ങളുടെ അവരുടെ അരപ്പട്ടിണി മാറ്റിയ ഒരു പദ്ധതിയാണ്. മഹാത്മാഗാന്ധിയുടെ പേരിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ യുപിഎ സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ആ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചൊരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. പേരുമാറ്റിലാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയപരിപാടി. പുതിയതായ ഒരു പദ്ധതി പോലും രാജ്യത്തിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന പദ്ധതികളുടെ പേര് മാറ്റി, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റി, തലസ്ഥാനങ്ങളുടെ പേര് മാറ്റി, സിലബസുകൾ മാറ്റി, അങ്ങനെയൊക്കെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി, അതിന്റെ സ്വഭാവം മാറ്റി, അതിന്റെ രീതികൾ മാറ്റി, ഇപ്പോൾ വലിയ ആഘോഷത്തോടുകൂടി ഈ രാജ്യത്തിനകത്ത് BBG റാം എന്ന പേരിൽ ആ പദ്ധതി വീണ്ടും നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കടന്നു വരികയാണ്. എത്രയോ കുടുംബങ്ങളുടെ പട്ടിണി ഇല്ലാതാക്കിയ കേരളത്തിലെ രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിച്ച ഒരു പദ്ധതിയെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു.
സ്ത്രീവിരുദ്ധമായ ഒരു സർക്കാരാണ്, തൊഴിലാളി വിരുദ്ധമായ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. യുവാക്കളോട് പറഞ്ഞത് എന്താണ്? രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കടന്നുപോയിട്ടുള്ളത് എന്ന് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്ത്രീവിരുദ്ധമായ സർക്കാർ, പാവപ്പെട്ടവർക്ക് എതിരെ ചിന്തിക്കുന്ന സർക്കാർ, യുവാക്കൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു സർക്കാരായി സർക്കാർ മാറുന്നു. നീറ്റിന്റെയും യുജിസിയുടെയും ജെഇയുടെയും എല്ലാം തന്നെ പരീക്ഷാ പേപ്പറുകൾ നിരന്തരമായി ചോരുന്നില്ലാതെ വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് ഒരു സമരമല്ല. കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇന്നിവിടെ നടത്തപ്പെടുന്നത് കെഎസ്യുവിന്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കെപിസിസിയുടെ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു സമര പരിപാടിയല്ല, മറിച്ച് 45 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിന് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളുടെ സമരങ്ങളുടെ സമര പ്രഖ്യാപന കൺവെൻഷനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലൂടെ ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു കാര്യം നമ്മൾ തുറന്നു പ്രഖ്യാപിക്കുകയാണ്. ഈ സമര പ്രഖ്യാപന കൺവെൻഷനിലൂടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ, ഈ സർക്കാർ പാവപ്പെട്ടവർക്കെതിരെ ചിന്തിക്കുന്ന സർക്കാരാണ്, പട്ടിണിക്കാരെ സഹായിക്കുന്ന സർക്കാരല്ല, സ്ത്രീവിരുദ്ധമായി ചിന്തിക്കുന്ന സർക്കാരാണ്, സ്ത്രീവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്, തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചൊരു സർക്കാരാണ്, യുവാക്കളുടെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ്, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ്. ഈ സർക്കാരിനെതിരെ, ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുവുകളിൽ വിദ്യാർത്ഥികളും യുവാക്കളും നേതൃത്വം കൊടുക്കുന്ന സന്ധിയില്ലാത്ത സമര പ്രഖ്യാപനങ്ങൾക്ക് നമ്മൾ തുടക്കം കൊടുക്കുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നും സംരക്ഷിക്കപ്പെടുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കെഎസ്യുവും ഈ സമര പ്രഖ്യാപനത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ 90-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മഹത്യാ തരത്തിൽ എഴുതപ്പെട്ട വാചകങ്ങൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും മാത്രമാണ് വ്യത്യാസമുള്ളത്. അവരെല്ലാവരും എഴുതിയ ആശങ്ക, പങ്കുവച്ച ആശങ്ക ഒന്ന് തന്നെയാണ്. ഞങ്ങൾ എത്രയോ ദിനങ്ങൾ ഉറക്കമൊഴിച്ച് പഠിച്ചവരാണ്, ഞങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് പഠനം നടത്തിയവരാണ്, ഞങ്ങൾ വീണ്ടും ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമെന്ന് പറയുമ്പോൾ ആ സ്ട്രെസ്സും ആ പെയിനും ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയിട്ടുണ്ടെങ്കിൽ 90-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയതിന്റെ ഉത്തരവാദി ആര് എന്ന ചോദ്യം നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർത്തിപ്പിടിക്കാൻ യൂത്ത് കോൺഗ്രസും കെഎസ്യുവും തയ്യാറായിക്കൊണ്ട് ഈ സമര പ്രഖ്യാപന കൺവെൻഷനുമായി മുന്നോട്ട് പോവുകയാണ്.